വെൽക്കം ടു പ്ലസ് ലൈൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാം ഓറിയന്റഡ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ സ്റ്റുഡൻസും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൽ എത്തിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. Caught in the crossfire. ഫസ്റ്റ് ചാപ്റ്റർ നേച്ചർ ആൻഡ് പർപ്പസ് ഓഫ് ബിസിനസ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്? ബിസിനസിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ബിസിനസ്, എംപ്ലോയ്മെൻറ്റ് ആൻഡ് പ്രൊഫഷൻ. ബിസിനസ്സും എംപ്ലോയ്മെൻറ്റും പ്രൊഫഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കുക. തേർഡ് ക്വസ്റ്റ്യൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. നമുക്കറിയാം ബിസിനസ് ആക്ടിവിറ്റീസിനെ രണ്ടായി തിരിച്ചു, ഇൻഡസ്ട്രി എന്നും കൊമേഴ്സ് എന്നും. അതിന് സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അപ്പോൾ അതൊന്ന് നോക്കി വയ്ക്കുക. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്? ബിസിനസ്സിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ വിവിധ തരം ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? ഒരു 8 പോയിന്റ് വരുന്നുണ്ട്. ആ 8 പോയിന്റ് നന്നായി പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബിസിനസ് റിസ്ക്, നേച്ചർ ആൻഡ് കോസ്? എന്താണ് ബിസിനസ് റിസ്ക് എന്നും അതിൻ്റെ നേച്ചർ എന്താണെന്നും അതിൻ്റെ കോസ് എന്താണെന്നും പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റാർട്ടിങ് എ ബിസിനസ് ബേസിക് ഫാക്ടേഴ്സ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ഫാക്ടേഴ്സ് എന്തെല്ലാമാണ്? 10 പോയിന്റ് വരുന്നുണ്ട്. ആ 10 പോയിന്റും പഠിച്ചു വയ്ക്കുക. സെക്കൻഡ് ചാപ്റ്റർ, ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും പ്രധാനമായും ചോദിക്കാവുന്ന ചോദ്യമാണ് എന്താണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, പാർട്ണർഷിപ്പ് എന്താണ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി, അതുപോലെ തന്നെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്താണെന്നും ഇതിൻ്റെ ഫീച്ചേഴ്സ്, മെറിറ്റ്സ്, ലിമിറ്റേഷൻസ് ഇതിലേതെങ്കിലും ഒന്ന് ഉറപ്പായും ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫീച്ചേഴ്സും മെറിറ്റ്സും ലിമിറ്റേഷൻസും അറിഞ്ഞിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്. നമുക്കറിയാം 6 തരത്തിലുള്ള പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പം അത് ഏതൊക്കെയാണെന്ന് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടൈപ്സ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ടൈപ്സും ഒരു 6 ഉണ്ട്. അപ്പോൾ അതും പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിലെ മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് കമ്പാരിസൺ ബിറ്റ്വീൻ പബ്ലിക് കമ്പനി ആൻഡ് പ്രൈവറ്റ് കമ്പനി. പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം, കമ്പാരിസൺ എന്തെല്ലാമാണെന്നും പഠിച്ചു വയ്ക്കുക. തേർഡ് ചാപ്റ്റർ, പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് ഗ്ലോബൽ എന്റർപ്രൈസസ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫോംസ് ഓഫ് ഓർഗനൈസിങ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്. അതിൽ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് എന്താണെന്നും പബ്ലിക് കോർപ്പറേഷൻസ് എന്താണെന്നും അതുപോലെ തന്നെ ഗവൺമെന്റ് കമ്പനി എന്താണെന്നും ഇവയുടെ ഫീച്ചേഴ്സ്, മെറിറ്റ്സ്, ലിമിറ്റേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ചേഞ്ചിങ് റോൾ ഓഫ് പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടറിൻ്റെ റോൾ എന്തൊക്കെയാണെന്ന് ഉള്ള കാര്യമാണ്. ഒരു 6 പോയിന്റ് വരുന്നുണ്ട്. അത് നന്നായി പഠിച്ചു വയ്ക്കുക. തേർഡ് ക്വസ്റ്റ്യൻ, ഗ്ലോബൽ എൻ്റർപ്രൈസസ് അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്താണെന്നും അവയുടെ ഫീച്ചേഴ്സ് എന്താണെന്നും അറിഞ്ഞിരിക്കണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ജോയിൻറ്റ് വെഞ്ചേഴ്സ് ആൻഡ് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ജോയിൻറ്റ് വെഞ്ചേഴ്സ്? എന്താണ് ജോയിൻറ്റ് വെഞ്ചേഴ്സ് എന്നും ജോയിൻറ്റ് വെഞ്ചേഴ്സ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തെല്ലാമാണെന്നും അറിഞ്ഞിരിക്കുക. ഫോർത്ത് ചാപ്റ്റർ, ബിസിനസ് സർവീസ്. ഫോർത്ത് ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നേച്ചർ ഓഫ് സർവീസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ സർവീസസ് ആൻഡ് ഗുഡ്സ്. തേർഡ് ക്വസ്റ്റ്യൻ, ടൈപ്സ് ഓഫ് സർവീസസ്. വിവിധതരം സേവനങ്ങൾ ഏതെല്ലാമാണ്? അതുപോലെ തന്നെ ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബാങ്കിങ് ആൻഡ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ബാങ്കിങ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇൻഷുറൻസ് ആൻഡ് വാട്ട് ആർ ദ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. എന്തെല്ലാമാണ് ഇൻഷുറൻസിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് എന്നും അതുപോലെ എന്താണ് ഇൻഷുറൻസ് എന്നും അറിഞ്ഞിരിക്കുക. ഇൻഷുറൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഫങ്ഷൻസ് ഓഫ് ഇൻഷുറൻസും അതുപോലെ ടൈപ്സ് ഓഫ് ഇൻഷുറൻസും. അപ്പോൾ എന്താണ് ഇൻഷുറൻസ് എന്ന് അറിഞ്ഞിരിക്കണം. ഇൻഷുറൻസിൻ്റെ
ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ഇൻഷുറൻസിൻ്റെ ഫങ്ഷൻസ് അറിഞ്ഞിരിക്കണം, ഇൻഷുറൻസിൻ്റെ ടൈപ്സും അറിഞ്ഞിരിക്കണം. ഫോർത്ത് ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് ഫങ്ഷൻസ് ഓഫ് വെയർഹൗസിംഗ്. വെയർഹൗസിങ്ങിൻ്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണ്? ഫിഫ്ത്ത് ചാപ്റ്റർ എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ഈസ് ഇ കൊമേഴ്സ് ആൻഡ് ഇ ബിസിനസ്? ഇ കൊമേഴ്സ് എന്താണെന്നും ഇ ബിസിനസ് എന്താണെന്നും അറിഞ്ഞിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ സ്കോപ്പ് ഓഫ് ഇ ബിസിനസ്. ഇ ബിസിനസ്സിൻ്റെ സ്കോപ്പ് എന്തെല്ലാമാണെന്നും അതിൻ്റെ ലിമിറ്റേഷൻസ് എന്താണെന്നും അറിഞ്ഞിരിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ബി പി ഒ? എന്താണ് ബി പി ഒ എന്നും അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നും നീഡ്സ് എന്താണെന്നും പഠിച്ചു വയ്ക്കുക. സിക്സ്ത് ചാപ്റ്റർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യം ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ആർഗ്യുമെൻറ്റ്സ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി? സെക്കൻഡ് ക്വസ്റ്റ്യൻ റിയാലിറ്റി ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. തേർഡ് ക്വസ്റ്റ്യൻ കൈൻഡ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഫോർത്ത് ക്വസ്റ്റ്യൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വയ്ക്കുക. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ റോൾ ഓഫ് ബിസിനസ് ഇൻ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ബിസിനസ് എത്തിക്സിൻ്റെ എലമെൻറ്റ്സ് എന്തെല്ലാമാണ്? സെവൻത് ചാപ്റ്റർ ഫോർമേഷൻ ഓഫ് എ കമ്പനി. കമ്പനി ഫോർമേഷനുമായി ബന്ധപ്പെട്ട പ്രൊമോഷൻ, ഇൻകോർപ്പറേഷൻ, സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ, കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്താണെന്നും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്താണെന്നും പഠിച്ചു വയ്ക്കുക. അതിൻ്റെ ഡിഫറൻസും അറിഞ്ഞിരിക്കുക. എയ്ത്ത് ചാപ്റ്റർ സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഏറ്റവും കൂടുതൽ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലാസിഫിക്കേഷൻ ഓഫ് സോഴ്സ് ഓഫ് ഫണ്ട്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിഫറൻസ് ബിറ്റ്വീൻ എക്വിറ്റി ഷെയർ ആൻഡ് പ്രിഫറൻസ് ഷെയർ. തേർഡ് ക്വസ്റ്റ്യൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്. ഫോർത്ത് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് കൊമേഴ്ഷ്യൽ പേപ്പർ ആൻഡ് വാട്ട് ആർ ദ മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ പേപ്പർ. എന്താണ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്നും കൊമേഴ്ഷ്യൽ പേപ്പറിൻ്റെ മെറിറ്റ്സും ലിമിറ്റേഷൻസും പഠിച്ചു വയ്ക്കുക. നയൻത് ചാപ്റ്റർ സ്മോൾ ബിസിനസ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ റോൾ ഓഫ് സ്മോൾ ബിസിനസ് ഇൻ ഇന്ത്യ, അതുപോലെ തന്നെ പ്രോബ്ലംസ് ഓഫ് സ്മോൾ ബിസിനസ്. ഈ രണ്ട് ചോദ്യങ്ങളാണ് നയൻത് ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നത്. 10th ചാപ്റ്റർ ഇൻറ്റേർണൽ ട്രേഡ്. ഇൻറ്റേർണൽ ട്രേഡിൽ നിന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഹോൾസെയിൽ ട്രേഡും റീറ്റെയിൽ ട്രേഡും ഇവ എന്താണെന്നും ഇവയുടെ സർവീസസ് എന്തെല്ലാമാണെന്നും പഠിച്ചു വയ്ക്കുക. 11th ചാപ്റ്റർ ഇൻ്റർനാഷണൽ ബിസിനസ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ് മീനിങ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ് ആൻഡ് ഇറ്റ്സ് സ്കോപ്സ്. ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ മീനിങ് എന്താണെന്നും അതിൻ്റെ സാധ്യതകൾ ഏതൊക്കെയാണെന്നും പഠിച്ചു വയ്ക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ്റർനാഷണൽ ബിസിനസ് ആൻഡ് ഡൊമസ്റ്റിക് ബിസിനസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രൊസീജിയേഴ്സ് എന്തെല്ലാമാണ്, അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ എന്താണെന്നും പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് പോയിന്റ് വൈസ് ആയിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓൾ ദ ബെസ്റ്റ്.